ഗുരുവായൂരപ്പ രക്ഷിക്കണേ. മോളെ മോളെ, പുതിയ എസ്റ്റേറ്റ് വാങ്ങാൻ പോകുന്നത് കാണാൻ നീ വരുന്നോ? അച്ഛനും അമ്മയും കൂടി പോയാ മതി. ഞാൻ പോകുന്നില്ല. അതിന് എന്റെ ഭാര്യയ്ക്കും മകൾക്കും സ്ഥലം ഇഷ്ടപ്പെട്ടാലേ ഞാൻ ആധാരം നടത്തൂ എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതെന്തിനാ? പെണ്ണുങ്ങൾ പോയി കണ്ടിട്ടാണോ ഇന്ന് വരെ വസ്തുക്കളൊക്കെ വാങ്ങിച്ചത്? അത് മാത്രല്ലമ്മേ, നമ്മൾ ആരൊക്കെ പോയി കണ്ടാലും അച്ഛൻ ഇഷ്ടപ്പെടുന്ന കാര്യമേ അച്ഛൻ ചെയ്യൂന്ന് ആർക്കാ അറിഞ്ഞൂടാത്തത്? ഇതാക്ക മോളെ, ഈ തട്ടം പൂജാമുറിയിൽ വെച്ചേക്കും. മാധവി കാശ് ചോദിച്ചു. 2 മാസം ശമ്പളം കൊടുക്കാനുണ്ട്. ഞാനൊരു നല്ല വഴിക്ക് ഇറങ്ങിയില്ലേ, ഇപ്പോഴേ അവർക്ക് കാശ് ചോദിക്കാൻ സമയം കിട്ടിയോളൂ. അവളുടെ മകന് പരീക്ഷാ ഫീസ് അയച്ചു കൊടുക്കാനും പറ്റുക. സൗകര്യം ഉള്ളപ്പോ കൊടുക്കും, മനസ്സുണ്ടെങ്കിൽ നിന്നാ മതി. ഇത്ര ധൈര്യമില്ലാതെ സംസാരിക്കണം. നോക്ക്, വേലക്കാരിയെ നിർത്തേണ്ടടത്ത് നിർത്തണം. നമുക്ക് വെറും ഒരു വേലക്കാരി മാത്രമാണോ? പിന്നല്ലാതെ അവളുടെ ഭർത്താവിന്റെ മാനേജരായിരുന്നെങ്കിൽ അയാൾ മരിച്ചപ്പോ ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. അവകാശം പറഞ്ഞു നിൽക്കണ്ടെന്ന് പറഞ്ഞേരെ. എന്താ എല്ലാരും കൂടി? അങ്ങേപ്പോലൊരു ഭാഗ്യവാനി ലോകത്തന്നെ കാണത്തില്ല. പാച്ചുനായർ വന്ന കാര്യം പറയും. എനിക്കൊരു വീട്ടിൽ പ്രത്യേകിച്ചൊരു കാരണം വേണം. അയ്യോ, ഇതുപോലൊരു ചുമ TV ആശുപത്രി തന്നെ കിട്ടത്തില്ല. ഓ, ശിവാംശക്കത്താണല്ലേ. എന്നോട് നന്ദിയും കൂറുമുള്ളവർക്ക് ഞാൻ ജോലി കൊടുക്കാറുള്ളൂ. അയ്യോ, ഇയാളെപ്പോലെ നന്ദിയുള്ള ഈ ലോകത്തില്ല. വാലില്ലാത്തോണ്ടാ ആട്ടാത്തത്. ഒരു ലേലത്തിന്റെ കാര്യം സംസാരിക്കാനാ മുതലാളി ഞാൻ വന്നത്. എനിക്കിപ്പോ തീരെ സമയമില്ല, പോയിട്ട് നാളെ വരാം. ശരി. വണ്ടി റെഡി ആയി മുതലാളി. ഓ, ഈ രാഘവന്റെ റെഡി ഇതുപോലൊരു റെഡി ലോകത്ത് കാണത്തില്ല. അങ്ങനിന്റെ വടി ഇതുപോലൊരു വടി. വടി ക്ഷമിക്കണം മുതലാളി, എന്റെ അമ്മ എന്നെ പ്രസവിച്ചപ്പം അമ്മയുടെ മുഖത്ത് നോക്കി 2 മുഖസ്തുതി പറഞ്ഞിട്ടാ ഞാൻ മുലപ്പാൽ കുടിച്ചത്. ഓ, ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ ഇറങ്ങുക. ഞാനും ഇറങ്ങുക. ചായ കുടിക്കാതെ സരസ്വതി ചേച്ചിക്ക് വല്ലതും തോന്നിയാലോ? എന്നാ കുടിച്ചേച്ച് പോയാ മതി. ഇവൻ ഈയിടെ എല്ല് കൂടുതലാ. ആ ഗോവിന്ദപ്പളച്ചേട്ടൻ മകനായിരുന്നപ്പോ എന്നോട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. സരസ്വതി ചേച്ചി കാച്ചിയ മോര് മിച്ചം ഇരിപ്പോണ്ട് ഇച്ചിരിക്കുക.
അമ്മ എന്താ വല്ലാതിരിക്കുന്നത്? ബാലന് പണമയക്കാൻ കഴിഞ്ഞില്ല മോളെ. അവന് പരീക്ഷ എഴുതാൻ ഒത്തില്ലെങ്കിൽ ഞാനവനെ പഠിപ്പിച്ചതെല്ലാം വെറുതെ പോവും. അങ്ങനെ ഒന്നും വരില്ല. അമ്മ എഴുന്നേറ്റ് വാ, ആഹാരം കഴിക്കാം. എനിക്ക് വേണ്ട മോളെ. അമ്മ ബംഗ്ലാവിൽ പോയാലും അവിടെ നിന്നൊന്നും കഴിക്കത്തില്ല. ബാലേട്ടനില്ലെങ്കിൽ ഇവിടെ നേരെ ചെറിയ ഒന്നും വയ്ക്കത്തില്ലെന്നറിയാം. അതുകൊണ്ടാ ഞാൻ വല്ലതും ഉണ്ടാക്കിക്കൊണ്ട് തരുന്നത്. നീ ചെയ്യുന്ന ഉപകാരം ഞാൻ മറക്കില്ല രാധ. എന്നാൽ ഇത് കഴിക്കണം. അവന് പണം അയക്കാതെ ഒന്നും കഴിച്ചാൽ എനിക്ക് ഇറങ്ങില്ല മോളെ. അമ്മ വിഷമിക്കണ്ട. എന്റെ ഈ മാല പണയം വെച്ച് കാശ് അയക്കണം. അയ്യോ വേണ്ട മോളെ. നീ തന്തയും തള്ളയും ഇല്ലാത്ത പെണ്ണ. നിന്റെ ആങ്ങളെ നിനക്ക് പാടുപെട്ടുണ്ടാക്കി തന്നത് ഞാനെടുത്ത് പണയം വെക്കുന്ന ശരിയല്ല. അമ്മയ്ക്ക് കാശ് കെട്ടിയിട്ട് എടുത്തു തന്നാ മതി. ഒരിക്കലും ഞാനത് ചെയ്യില്ല. എന്റെ മോന് പരീക്ഷ എഴുതാൻ തലയിലെഴുത്തില്ലെന്ന് ഞാൻ വിചാരിക്കും. അമ്മേ, സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാതെ തലയിലെഴുത്തിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ബാലേട്ടന്റെ ജീവിതം പാഴാകാതിരിക്കണമെങ്കിൽ പണം അയച്ചല്ലേ പറ്റൂ. എനിക്കതറിയാഞ്ഞിട്ടല്ല മോളെ. എന്നാ ഞാൻ പറയുന്നത് അമ്മ അനുസരിക്കണം. ഇവിടെ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ബാലേട്ടന് പൈസ അയക്കാൻ വേണ്ടി നിന്റെ ആഭരണം നീ പണയം വെക്കണ്ട. പണയം വെക്കാതെ കാശ് അയക്കുന്നത് എങ്ങനെ? ഇത് വെച്ചോളൂ കുഞ്ഞേ. അച്ഛൻ അറിയാതെ അമ്മ തന്നയച്ചാണ്. അച്ഛന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാമല്ലോ. അതെ, അദ്ദേഹം മറക്കാൻ പാടില്ലാത്തതൊക്കെ മറന്നുപോയി. പക്ഷേ ഞാനും എന്റെ അമ്മയും പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലമ്മേ. ഇപ്പൊ ഈ കാശ് തന്നതിന്റെ നന്ദി ഞാൻ ജീവിതത്തിൽ മറക്കുകയില്ല മോളെ. ഞാൻ ഇന്ന് തന്നെ അവന് കാശ് അയച്ചു കൊടുക്കാം. അതിനു മുൻപ് അമ്മ ആഹാരം കഴിക്കണം. കഴിക്കാം മോളെ. വാ. ആ മോളെ, ആ കാതകുട്ടിയെ കാണുകയാണെങ്കിൽ ഒരു മണിയാർഡർ ഫാറം വാങ്ങിച്ചോണ്ട് വരാൻ പറയണം. സത്യം പറയാമല്ലോ, ഇതുപോലൊരു ചായ ഈ ഭൂമി കിടക്കും. നമ്മളൊരു സത്യം പറയാമല്ലോ, അന്നെപ്പോലെ ഒരു നാറീനെ നമ്മുടെ ഈ ലോകത്തിൽ ഒരു ചായ ഞമ്മക്ക് തരാനുള്ള കായ് തരാൻ നിങ്ങൾക്ക് ചായ തരൂല്ല. നീ നോക്ക്, ഞാൻ മേനോനദ്ദേഹത്തോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി, തന്റെ കച്ചവടം നിൽക്കും. ഒരു ചായ തന്നിട്ട് എന്ത് വേണേ പൊട്ടിച്ചു. സൈനവെ തനിക്ക് ഇണക്കി തന്നവനാ ഞാൻ. പിണക്കാനും എനിക്കറിയാം. ഞങ്ങളെ തമ്മിൽ പഠിപ്പിച്ചു ഇയാള്. കുടിച്ചോണ്ട് പോയി. നമുക്ക് സൈനബേന്റെ അടുത്ത് അല്പം വർത്തമാനം പറയാറുണ്ട്. അയ്യോ, നിങ്ങളുടെ ഒരു വർത്താനം, ഇതുപോലൊരു വർത്താനം ഈ ഭൂമി കേൾക്കാനൊക്കത്തില്ല. ഏതായാലും ഞാൻ ഇച്ചിരി കേട്ടിട്ടേ പോന്നുള്ളൂ. കേട്ടിട്ടേ പോയിട്ടുണ്ട്. എന്താണ് ഇത്ര വൈകിയത്? നാട് വിട്ടുപോയി നമ്മുടെ ബാപ്പ വന്നിട്ടുണ്ട്. എന്നാലും എന്റെ വാപ്പാനോട് പറഞ്ഞ് ഇന്ന് തന്നെ നിക്കാനുള്ള നാള് കുറിക്കും. പടച്ചോനെ, ആ ബൈക്കിങ്ങും വരണ്ടാന്ന് പറയാനാ ഞമ്മള് വന്നത്. അതെന്താ? ബാപ്പ വല്ലാത്ത ചട്ടമ്പിയാണ്. ഇറച്ചിക്കത്തിക്ക് വെട്ടിക്കളയും. എന്നാലേ ഞമ്മളെ കണ്ടാ എന്റെ വാപ്പ കിടുകിടേ വരയ്ക്കുന്ന ഒരു വേല ചെയ്തിട്ടേ നമ്മള് വരും. അത് മതി. പിന്നെ മാധവമ്മ നിങ്ങളെ നോക്കിയിരിക്കാണ്. നമ്മൾ അങ്ങോട്ട് തന്നെ പോകാൻ പോടുകയല്ലേ. നിനക്ക് ചായ വേണം? കൊച്ചു നമുക്ക് എന്താണോ നോക്കുന്നത്? ചായ എടുത്തോണ്ട് പോടാ.